നമസ്കാരം. 2006 മാർച്ച് 14 രാവിലെ ജോലിക്കാരിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് വയനാട് അമ്പലവയലിലെ കരിമ്പനയ്ക്കൽ തറവാട്ടിലെ ആളുകൾ ഉണരുന്നത്. സമയപ്പോൾ ഏകദേശം ഒരു 6 മണിയേ ആകത്തുള്ളൂ. ജോലിക്കാരി അലറി വിളിക്കുകയാണ്. ശബ്ദം കേട്ട് വീട്ടുകാരൊക്കെ ഉണർന്ന് ആ വീടിന് പുറത്തേക്ക് ഓടിയെത്തുമ്പോൾ അവർ കാണുന്നത് കിണറിനടുത്ത് നിൽക്കുന്ന ജോലിക്കാരി ശ്യാമളയാണ്. അവള് കിണറ്റിലേക്ക് നോക്കി അലറി കരയുകയാണ്. ആ കാഴ്ച കണ്ട് അവിടേക്ക് ഓടിയെത്തിയ ആ വീട്ടിലെ ജോലിക്കാരനും മറ്റു ആളുകളും ഓടിയെത്തുമ്പോൾ ശ്യാമളയുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ധാരധാരായി ഒഴുകുകയാണ്. അവരും ശ്യാമള നോക്കുന്നില്ല. ആ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു. കിണറിൽ വെള്ളത്തിൽ ഒരാള് അങ്ങനെ കിടക്കുകയാണ്. അയാൾ കമഴ്ന്ന് കിടക്കുകയാണ്. കമഴ്ന്ന് കിടക്കുന്ന ആളെ ഒരു നിമിഷം നോക്കിയ ആ വീട്ടിലെ കാരണവർ അയാൾ നെഞ്ച് പൊത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ കരയുന്ന ശബ്ദമാണ് തുടർന്ന് നമ്മൾ കേൾക്കുന്നത്. അശ്വിൻ മോനെ എന്ന് ഉറക്കെ വിളിക്കുന്ന രാഘവന്റെ ശബ്ദം സ്വാഭാവികമായിട്ടും കൂടെ എത്തിയ അഞ്ജലിയും ജോലിക്കാരനെയും ഉൾപ്പെടെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഈ ശബ്ദം സമീപത്ത് വയലിൽ രാവിലെ ജോലിക്ക് ഇറങ്ങിയിരിക്കുന്ന ആരുടെയോ ശ്രദ്ധ പിടിച്ചു പറ്റി. അവര് അങ്ങോട്ട് ഓടിയെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ വിവരമറിഞ്ഞ് സമീപത്തുള്ള ആളുകളൊക്കെ ആ കിണറിന്റെ കരയിലേക്ക് എത്തി. ആ കരിമ്പനയ്ക്കൽ തറവാട്ടിലെ ഇളയ സന്തതിയായ അശ്വിൻ അവിടെ ആ കിണറ്റിനകത്ത് അങ്ങനെ കവിഴ്ന്ന് കിടക്കുകയാണ്. വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ കിണറ്റിന്റെ കരയിൽ നിന്ന് താഴേക്ക് നോക്കി. ഏകദേശം ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരാളാണ് അകത്ത് കിടക്കുന്നത്. അവിടെയുള്ള കിണറ്റിലിറങ്ങുന്ന ആളുകളുടെ സഹായത്തോടുകൂടി പോലീസ് ആ അശ്വിന്റെ ബോഡി മുകളിലേക്ക് എത്തിച്ചു. അവിടെ പായിലേക്ക് അശ്വിന്റെ ബോഡി എടുത്ത് കിടത്തപ്പോൾ അശ്വിന്റെ പിതാവ് രാഘവനും അവന്റെ ചേച്ചി അഞ്ജലിയും എന്ന് വേണ്ട വിവരമറിഞ്ഞെത്തിയ ആളുകളും ജോലിക്കാരും ഒക്കെ അലമുറയിട്ട് കരയുകയാണ്. 25 വയസ്സ് പ്രായമുള്ള അശ്വിൻ യഥാർത്ഥത്തിൽ ലേശം ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയാണ്. അവനൊരു 13-14 വയസ്സുള്ള ഒരാളുടെ ബുദ്ധിയേ ഉള്ളൂ. പക്ഷെ കാണാൻ നല്ല രസമാണ്. അശ്വിൻ ആ വീട്ടിലെ കണ്ണിലുണ്ണിയാണെന്ന് പറയാം. ആ അശ്വിനാണ് ഇപ്പോ ഇതാ മരിച്ചു കിടക്കുന്നത്. പോലീസ് അശ്വിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ തന്നെ ആ കിണർ പരിശോധിക്കുകയാണ്. ആ കിണറിനകത്തേക്ക് അശ്വിൻ എങ്ങനെ വീണു? അതാണ് കാതലായ ചോദ്യം. അശ്വിന്റെ ബോഡി പരിശോധിക്കുന്ന ഫോറൻസിക് വിദഗ്ധർ തുടക്കത്തിലെ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു. ആ വ്യക്തി അശ്വിൻ മരിച്ചിട്ട് 7-8 മണിക്കൂറായിട്ടുണ്ട്. ഏകദേശം അർദ്ധരാത്രിയോട് അടുപ്പിച്ചാണ് അവൻ കിണറ്റിലേക്ക് വീണിരിക്കുന്നത്. അർദ്ധരാത്രി ആ കിണറിന്റെ അടുത്തേക്ക് അശ്വിൻ എന്തിന് എത്തണം? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരുടെ ഉള്ളിലും ഉണ്ടായി വരികയാണ്. പോലീസും ആ ചോദ്യത്തിൽ കുരുങ്ങി നിൽക്കുകയാണ്. വീട്ടുകാരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ആ സമയം. അച്ഛൻ രാഘവനും അഞ്ജലിയൊക്കെ ഏതാണ്ട് അബോധാവസ്ഥയിലാണ്. അവിടുത്തെ ഏക ആൺതിരിയാണ് ആ വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു സങ്കടം സ്വാഭാവികമായിട്ടും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഫോറൻസിക് ടീമും പോലീസും ആ കിണർ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർക്ക് ആ കിണറ്റിൽ വീണ് കിടന്ന കയറ് കിട്ടി. ആ കിണറിലെ കയറ് ആ കപ്പിയുടെ ഇടയിൽ കൂടി താഴോട്ട് പോയാണ് അശ്വിൻ വെള്ളത്തിൽ പതിച്ചത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അപ്പോഴാണ് ആ ചോദ്യം ഉണ്ടാവുന്നത്, അശ്വിനും കയറും കൂടി എങ്ങനെ കിണറിനകത്തേക്ക് വീഴും? അശ്വിൻ ആ കിണറിൽ കയറെ പിടിച്ച് ഇറങ്ങിയപ്പോൾ ആ കയറഴിഞ്ഞ് താഴോട്ട് പോയാലേ ഈ ശൈലിയിൽ കയറും അശ്വിനും കൂടി താഴെ വീഴാനുള്ള സാധ്യതയുള്ളൂ. അശ്വിൻ ആ അർദ്ധരാത്രി ആ കിണറ്റിനകത്ത് എന്തിനായിരിക്കാം ആ കയറെ പിടിച്ചിറങ്ങിയത്? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസിന്റെയും ഫോറൻസിക്കിന്റെയും ഉള്ളിൽ വരുമ്പോൾ അവർ ആ വിവരം സമീപത്തുള്ള ആളുകളോട് ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് ജോലിക്കാരും നാട്ടുകാരും ഒക്കെ ആ കാര്യം പറയുന്നത്. അശ്വിൻ അങ്ങനെ കിണറ്റിൽ ഇറങ്ങുന്ന ആളെ അല്ല. അശ്വിൻ കിണറ്റിൽ ഇറങ്ങിയതിന്റെ ഫലമായിട്ട് വീണു എന്നുള്ള വാദം ഒരു കാരണവശാല് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു അഭിപ്രായത്തിലാണ് നാട്ടുകാർ. പക്ഷെ ഫോറൻസിക്കാര് തീർത്ത് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ആ കയറ് കപ്പിയിൽ നിന്ന് ഇളകി താഴെ വീണിരിക്കുകയാണ്. കപ്പിയിൽ കിടന്ന കയറിലൂടെ പിടിച്ച് ഒരാൾ താഴേക്ക് ഇറങ്ങുമ്പോൾ കയറ് ആ കപ്പിൽ നിന്ന് ഇളകി താഴേക്ക് വന്നാലേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവില്ല. ഫോറൻസിക്കാരന്റെ ആ അഭിപ്രായത്തെ നാട്ടുകാർ നഖശിഖാന്തം എതിർക്കുകയാണ്. അവർ ഇന്നോ ഇന്നലെയോ അശ്വിനെ കണ്ടു തുടങ്ങിയതല്ല. അശ്വിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയവുമാണ്. ഒരു 13-14 വയസ്സുകാരന്റെ മാത്രം ബുദ്ധിയുള്ള അശ്വിൻ ഒരിക്കലും കിണറ്റിലോട്ട് ഇറങ്ങില്ല എന്ന് നാട്ടുകാർ തീർത്തു പറഞ്ഞു. അവര് അങ്ങനെ തീർത്തു പറഞ്ഞതും പോലീസ് വീട്ടിലെ ജോലിക്കാരിയെ ചോദ്യം ചെയ്തു തുടങ്ങി. ജോലിക്കാരി ശ്യാമളയാണല്ലോ ആദ്യം അശ്വിന്റെ ആ ബോഡി കാണുന്നത്. അവളെ ചോദ്യം ചെയ്തപ്പോൾ അവള് പറഞ്ഞു, ഞാൻ ഒരു 11 മണി വരെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11:15 ഞാൻ കിടന്നത്.
പിന്നെ നേരം പുലർന്നപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞാൻ രാവിലെ വീട്ടിലേക്കുള്ള വെള്ളം കോരി വെക്കാനായി കിണറ്റക്കരെ വന്നപ്പോൾ കയറ് കണ്ടില്ല. അങ്ങനെയാണ് കിണറ്റിനകത്തേക്ക് നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. തികച്ചും ദുരൂഹമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആദ്യം കണ്ട ദൃക്സാക്ഷി എന്ന നിലയിൽ ശ്യാമള ആ മൊഴി നൽകിയതും പോലീസ് ശ്യാമളയോട് ചോദിച്ചു, രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നു? ഇല്ല, ഒന്നും കേട്ടില്ല. അതേ ചോദ്യം അവിടെയുള്ള ജോലിക്കാരനോട് ചോദിച്ചു. അയാളും പ്രത്യേകിച്ചൊരു ശബ്ദവും കേട്ടില്ല. അയാൾ ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു 11:30 മണിയെങ്കിലും ആകും. ശ്യാമള കിടന്നതിന് ശേഷമേ സാധാരണഗതിയിൽ ആ ജോലിക്കാരൻ ഉറങ്ങാറുള്ളൂ. അയാളുടെ മുറി തന്നെ ഉണ്ടാവും. ശ്യാമള അടുക്കളയിലെ ലൈറ്റൊക്കെ അണച്ച് അവിടെ മുറിയിലേക്ക് കയറി ആ മുറിയിൽ ലൈറ്റും അണഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആ ജോലിക്കാരൻ സാധാരണഗതിയിൽ അയാളുടെ മുറിയിലെ ലൈറ്റ് അണയ്ക്കുക. തലേദിവസം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് അയാൾ നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് രാത്രി ശബ്ദം വല്ലോ കേട്ടോ എന്ന ചോദ്യത്തിന് അയാൾക്ക് ശരിക്കും ഉത്തരവില്ല. അയാൾ ഒന്നും കേട്ടില്ല എന്നതാണ് സത്യം. അശ്വിന്റെ പിതാവും ചേച്ചിയും ആ സമയത്തും പോലീസിനോട് സംസാരിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ എത്തിയിട്ടില്ല. അവര് ശരിക്കും തളർന്നിട്ടുമുണ്ട്, തകർന്നിട്ടുമുണ്ട്. നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ പങ്കുവച്ചു. എന്തായാലും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇൻക്വസ്റ്റിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വീട്ടിലെത്തി സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അത് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അശ്വിന്റെ മരണത്തിലുള്ള അവരുടെ സംശയങ്ങൾ ഒന്നൊന്നായി നോട്ട് ചെയ്യുകയാണ്. ഫോറൻസിക്കാരും പോലീസും ആ കിണറിനകവും പുറവും ഒക്കെ വളരെ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപരിചിതരാരെങ്കിലും അവിടെ എത്തി അശ്വിനെടുത്ത് വെള്ളത്തിലിട്ടിട്ട് ആ കയറോട് അഴിച്ച് താഴേക്കിട്ടതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പൊതുവെ പോലീസിനിടയിൽ ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷെ അപ്പോൾ അതിനൊരു വിഷയമുണ്ട്, അതിനൊരു മോട്ടീവ് വേണം, ഒരു കാരണം വേണം. മോഷണ ശ്രമം നടത്തുന്നതിനിടയിൽ അശ്വിൻ അവരെ കണ്ട് അതുകൊണ്ട് അശ്വിനെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു എന്നുള്ള ഒരു വാദം വന്നാലും അവിടെ ഒരു പ്രശ്നമുണ്ട്. അശ്വിൻ അവരെ കണ്ടെങ്കിൽ ഉറപ്പായി അശ്വിൻ ബഹളം വെക്കുകയോ ശബ്ദം വെക്കുകയോ ചെയ്യും. അങ്ങനെ ഒരു ശബ്ദവും ആ വീട്ടിലെ മറ്റാളുകൾ ആരും കേട്ടിട്ടില്ല. അശ്വിൻ ബഹളം വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ പോലീസ് തള്ളിക്കളയുകയാണ്. എന്നാലും ഒരു കാര്യം ഫോറൻസിക്കാര് നോട്ട് ചെയ്തത്, പോലീസ് കൃത്യമായും ഒരു വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ആ കപ്പിയിൽ സാധാരണഗതിയിൽ കയറ് കിടക്കുമ്പോൾ ആ കയറിന്റെ അറ്റത്ത് ഒരു കെട്ടുണ്ടാവും. ആ കെട്ടാണ് കപ്പിയിലൂടെ ആ കയറ് താഴേക്ക് വീഴാതിരിക്കാൻ സഹായിക്കുന്ന കാര്യം. അവർ ആ കയറ് പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു കെട്ട് ആ കയറിലില്ല. കെട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കെട്ട് അഴിച്ചിരിക്കുകയാണ്. ആ കെട്ട് നല്ല ബലം ആ കയറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അഴിഞ്ഞു പോവാം. അത് അങ്ങനെ അഴിയുമോ എന്ന് അറിയാൻ വേണ്ടി പോലീസും ഫോറൻസിക് ടീമും ചേർന്ന് അത്തരത്തിലൊരു ടെസ്റ്റ് നടത്തി നോക്കി. അവർ ആ കപ്പിൽ കൂടി ആ കയറ് കയറ്റിയിട്ട് ആ കയറിന്റെ അറ്റത്ത് ഒരു കെട്ടിട്ടു. ആ കെട്ടിടുന്ന സമയത്ത് ആ കെട്ട് നേരത്തെ കണ്ടിട്ടുള്ള ആളുകളോട് ചോദിച്ച് ആ ശൈലിയിലാ കെട്ടിട്ടത്. അതിനുശേഷം അശ്വിന്റെ അതേ ഭാരമുള്ള ഒരു കല്ല് അവർ ആ കയറിന്റെ അറ്റത്ത് കെട്ടിത്തൂക്കി. ആ കയറ് ഒന്ന് വലിച്ചു വിട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കെട്ട് വന്ന് കപ്പിയിൽ ഇടിച്ചു നിൽക്കുകയാണ്. ആ കയറ് അഴിയുന്നുണ്ടോ എന്നാണ് പോലീസിന്റെ പരിശോധന. അത് അഴിയുന്നില്ലെന്ന് തോന്നിയതും അവർ ആ അശ്വിന്റെ ഭാരത്തോടൊപ്പം കുറച്ച് ഭാരം കൂടി കൂട്ടി. അശ്വിന്റെ ഇരട്ടി ഭാരം ആ കയറിലേക്ക് കൊടുത്തിട്ടും കപ്പിയുടെ മുകളിലുണ്ടായിരുന്ന ആ കെട്ട് അഴിഞ്ഞില്ല. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായ ഒരു തെളിവാണ്. ആ കെട്ട് അഴിഞ്ഞതല്ല, ആ കെട്ട് അഴിച്ചതാണ്. ആ കെട്ട് അഴിച്ചത് അങ്ങനെയെങ്കിൽ ആരാണ്? പോലീസ് ഒരു ചോദ്യചിഹ്നം വിട്ട് അതവിടെ വെച്ചു. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ സഞ്ചയന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 16 കാര്യങ്ങൾ വരികയാണ്. മരിച്ചുപോയ ആ ചെറുപ്പക്കാരന്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് നടത്തുന്ന മരണാന്തര ചടങ്ങുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും ചടങ്ങുകൾ നടക്കണം. ആ ചടങ്ങുകളൊക്കെ അതിൻ്റെതായ രീതിയിൽ ആ വീട്ടിൽ നടന്നു വരുമ്പോഴാണ് പോലീസ് ഒരു വാർത്ത അറിയുന്നത്. ആ വീട്ടിലെ രാഘവന്റെ മുറിയിൽ രാഘവൻ തൂങ്ങി നിൽക്കുന്ന വാർത്ത അറിഞ്ഞ് പോലീസ് അവിടെ എത്തി. ആ വീട്ടിലെ മകൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 7-8 ദിവസമായിട്ടുള്ളൂ. അതിനിടയിലാണ് അവന്റെ പിതാപിത തൂങ്ങി നിൽക്കുന്നത്. പോലീസ് ആ അറയിലേക്ക് കയറി. തടി കൊണ്ടുള്ള ഒരു അറയാണ്. ആ അറയുടെ ചുവരെല്ലാം തടിയാണ്. ആ അറയുടെ മുകൾ ഭാഗത്ത് നല്ല കട്ടിയുള്ള തടികൾ കൊണ്ടുള്ള ഒരു തട്ടുണ്ട്. അതിനകത്തുള്ള ഒരു തടിയിലാണ് കുരുക്കിട്ട് രാഘവൻ തന്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. രാഘവൻ സ്വയം തൂങ്ങിയതാണ് എന്ന് ബോധ്യമാകുന്ന ശൈലിയിലുള്ള തെളിവുകൾ ഇഷ്ടം പോലെ ആ ബോഡിയിൽ കാണാനുണ്ട്. ആ ബോഡി തൂങ്ങി നിൽക്കുമ്പോൾ തന്നെ മലമൂത്ര വിസർജനം ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. കൊന്നു കെട്ടിത്തൂക്കിയതല്ല എന്ന് വ്യക്തമാകുന്ന ശൈലിയിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. കഴുത്തിലെ കുരുക്ക് സാധാരണഗതിയിൽ സ്വയം ഒരാള് ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്ത് കുരുക്കിടുന്ന ശൈലിയില കുരുക്കിട്ടിരിക്കുന്നത്. കുരുക്ക് മുറുകിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. രാഘവൻ ഏതെങ്കിലും ആത്മഹത്യക്കുറിപ്പ് എഴുതിയോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിന് പകരം വീട്ടിൽ നിന്നും സമീപത്തുള്ള ആളുകളിൽ നിന്നും
പോലീസ് മറ്റൊരു കാര്യം അറിഞ്ഞു. മകൻ മരിച്ച് രണ്ടാമത്തെ ദിവസം രാഘവൻ അയാളുടെ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം. അന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ചികിത്സിച്ച ഡോക്ടർ പോലീസ് വിളിപ്പിച്ചപ്പോൾ അവിടേക്ക് വന്നു. ഡോക്ടർ ബെഞ്ചമിൻ ആ കാര്യം സർട്ടിഫൈയും ചെയ്തു. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി രാഘവന് അന്ന് അയാൾ കണ്ടിരുന്നു. അന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ഒരു മരുന്നൊക്കെ ഡോക്ടർ ബെഞ്ചമിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരുന്നു. ആ മരുന്നുകൾ ആ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. മരുന്ന് കൃത്യമായിട്ട് രാഘവൻ കഴിക്കുന്നുണ്ട്. പക്ഷെ രാഘവന് ആ മരുന്ന് കഴിച്ചിട്ടും ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, വീട്ടിലെ ആളുകളോടും പണിക്ക് വരുന്ന ആളുകളോടും ഈ മകൻ മരിച്ചതിന് ശേഷം അവിടെ എത്തിക്കൊണ്ടിരുന്ന ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള വിവരശേഖരണം പോലീസ് നടത്തുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി. രാഘവൻ മകൻ മരിച്ച ഷോക്കിൽ നിന്ന് മുക്തനായിട്ടില്ല. എല്ലായ്പ്പോഴും ആ അറയ്ക്കുള്ളിൽ തന്നെ ദുഃഖിതനായി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു രാഘവന്റെ രീതി. ചില ചടങ്ങുകൾക്ക് രാഘവൻ നിർബന്ധമായതുകൊണ്ട് മാത്രം ചടങ്ങ് നടത്തുന്ന ആളുകൾ രാഘവനെ ആ അറയിൽ നിന്ന് ബലമായി പുറത്തു കൊണ്ടുവന്ന് ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. ദുഃഖം സഹിക്കാതെയാണ് രാഘവൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. അക്കാര്യം ഏതാണ്ട് വ്യക്തമായി. അപ്പോഴും പോലീസിനൊരു സംശയം. ശരിക്കും രാഘവൻ ആത്മഹത്യാ പ്രേരണ ഉള്ള ആളാണോ എന്നതാണ് സംശയം. മകൻ മരിക്കുന്നതിന് മുന്നേ വരെയുള്ള രാഘവന്റെ ട്രാക്ക് റെക്കോർഡുകൾ പോലീസിന്റെ കൈവശമുണ്ട്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു സൂചന രാഘവന്റെ ഒരു ആക്ടിവിറ്റിയിൽ നിന്നും ആരും കണ്ടിട്ടില്ല. അതും മാത്രമല്ല, സമീപത്തുള്ള ഒരു വായനശാലയിൽ ഒരു പരിപാടിയിൽ രാഘവൻ പങ്കെടുത്ത് സംസാരിച്ച വിവരം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാവുന്നത് ഭീരുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് രാഘവൻ സംസാരിച്ചത്. ഏത് സാഹചര്യത്തെയും ധൈര്യപൂർവ്വം നേരിടണം. കർഷകർ അങ്ങനെയാണ്. ഭൂമിയോട്, പ്രപഞ്ചത്തോടും, മഴയോടും, വെയിലിനോടും, കാറ്റിനോടും, പിന്നീട് ഈ വിള നശിപ്പിക്കാനെത്തുന്ന വന്യമൃഗങ്ങളോടൊക്കെ എതിരിട്ട് വിജയിക്കുന്ന കർഷകൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണമെന്നൊക്കെ അന്ന് രാഘവൻ പറഞ്ഞിരുന്നു. അവരൊരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അങ്ങനെ സംസാരിച്ച രാഘവൻ മകന്റെ മരണശേഷം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ ഭാഗം ഒരു സംശയാസ്പദമായ ഭാഗമാണ്. ആത്മഹത്യ ചെയ്യുന്നതേ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് ആത്മഹത്യയിലേക്ക് സ്വയം നടന്നു നീങ്ങി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലീസിന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ രാഘവന്റെ മരണം സംശയാസ്പദമാണ് എന്ന ഒരു ഹെഡിങ്ങോടുകൂടി പോലീസ് ഒരു ഫയലാക്കി. അശ്വന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതുപോലെ തന്നെ രാഘവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരുടെയും ബോഡിയിൽ ചില പാർട്ട് കെമിക്കൽ എക്സാമിനേഷന് വേണ്ടി അയച്ചിട്ടുണ്ട്. അശ്വന്റെ വയറിനകത്ത് കയറുന്ന വെള്ളവും ശ്വാസകോശത്തിനകത്ത് കയറുന്ന വെള്ളവും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് തുടക്കത്തിലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ലാബുകാർക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെ രാഘവന്റെ കേസിലാണെങ്കിൽ രാഘവൻ ഇപ്പോ ഡോക്ടർ ബെഞ്ചമിൻ കൊടുക്കുന്ന ആ ഗുളിക കഴിക്കുന്നുണ്ട്. ആത്മഹത്യ പ്രേരണ കുറയ്ക്കാനുള്ള, ടെൻഷൻ കുറയ്ക്കാനുള്ള ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രാഘവന്റെ ബോഡിയിൽ മറ്റേതെങ്കിലും ശൈലിയുള്ള മരുന്നുകൾ കയറിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാബിലേക്ക് രാഘവന്റെ സാമ്പിളുകൾ അയച്ചിരിക്കുന്നത്. പോലീസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിനിടയിൽ രാഘവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ പോലീസ് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. രാഘവൻ മരിച്ചിരിക്കുന്നത് രാത്രി ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ചാണ്. അശ്വൻ മരിച്ചതും ഏകദേശം 2 മണിയോട് അടുപ്പിച്ചാണ്. 2 മരണവും ഏതാണ്ട് ഒരേ സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി ആണെന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ പ്രത്യേകിച്ച് കോമൺ ഫാക്ടർ ഒന്നുമില്ല. രാഘവന്റെ അതുപോലെ അശ്വിന്റെയും ബോഡി പാർട്സുകളുമായി ബന്ധപ്പെട്ട ആ കെമിക്കൽ എക്സാമിനേഷൻ റിസൾട്ടുകൾ വരാൻ വേണ്ടി പോലീസ് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി രാഘവന്റെ മരണം കഴിഞ്ഞ് കൃത്യം 4ാമത്തെ ആഴ്ച ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത സ്റ്റേഷനിൽ എത്തുകയാണ്. ആ വീട്ടിലെ അവശേഷിക്കുന്ന സന്തതി അഞ്ജലി വിഷം കഴിച്ചു മരിച്ചു എന്നുള്ള വാർത്തയാണ് പോലീസിൽ എത്തിയത്. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. ആ വീട്ടിലെ അഞ്ജലിയുടെ മുറിയിൽ കിടക്കയിൽ അഞ്ജലി അങ്ങനെ കിടക്കുകയാണ്. അവിടെ വായിലൂടെ നുരയും പതയും പുറത്തേക്ക് ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. സമീപത്തായി മോണോക്രോട്ടോഫോസിന്റെ ഒരു ബോട്ടിൽ കിടപ്പുണ്ട്. ശരിക്കും കൊടിയ വിഷമാണ് ഈ മോണോക്രോട്ടോഫോസ്. മോണോക്രോട്ടോഫോസ് പല കൃഷിയിടങ്ങളിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. അത് പക്ഷേ ചില ആവശ്യങ്ങൾക്ക് വേണം. ഗവൺമെന്റ് മോണോക്രോട്ടോഫോസ് അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും കർഷകർ പലരും അത് വാങ്ങി സൂക്ഷിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ബോട്ടിലെ വിഷമാണ് ഇപ്പോ അഞ്ജലിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അനുജനും അവളുടെ പിതാവും മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും മരിച്ചപ്പോൾ ഇനി താൻ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയപ്പോൾ അഞ്ജലി ആത്മഹത്യ ചെയ്തു. പത്രങ്ങളിൽ ഒരു വലിയ ഹെഡിങ് ആയിട്ട് ആ വാർത്ത വരികയും ചെയ്തു. അഞ്ജലിയുടെ മുറി പോലീസ് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ മുറിയിൽ നിന്ന് അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. അഞ്ജലി പോലെ ഉള്ള ഒരാള് എന്തിന് ആത്മഹത്യ ചെയ്യണം? അഞ്ജലിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ പോലീസ് ആലോചിക്കുന്നു ആ കാര്യമാണ്. അഞ്ജലി ഒരിക്കൽ പോലും ആത്മഹത്യ പ്രേരണ കാണിച്ചിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള അഞ്ജലി തികച്ചും അപ്രതീക്ഷിതമായി ആത്മഹത്യ ചെയ്തത് വിശ്വസിക്കാൻ പോലീസിനൊരു മടിയുണ്ട്. തുടർച്ചയായി
ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ വീട്ടിൽ 3 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ കൃത്യമായി പറഞ്ഞാൽ 4 മരണമാണ്. ഏകദേശം 1 കൊല്ലത്തിന് മുമ്പാണ് ആ വീട്ടിലെ രാഘവന്റെ ഭാര്യ ഇതേ സാഹചര്യത്തിൽ മരിക്കുന്നത്. അവരും ഏതാണ്ട് അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിലാണ് മരിച്ചത്. മുറ്റത്ത് വെച്ച് അവരെ പാമ്പ് കടിച്ചു എന്നാണ് അന്നത്തെ റിപ്പോർട്ടിംഗ്. അവർ ആ സമയത്ത് മുറ്റത്ത് ഇറങ്ങിയതിൽ ഒരു അസ്വാഭാവികത അന്നേ പോലീസിന് തോന്നിയിരുന്നു. പക്ഷെ അന്ന് അതിൽ കൂടുതൽ അന്വേഷണമൊന്നും നടന്നില്ല. ഇപ്പൊ ഇതാ 4ാമത്തെ മരണവും സംഭവിച്ചിരിക്കുകയാണ്. 3 മരണങ്ങളാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച 1 കൊല്ലത്തിനുള്ളിൽ 4 മരണം. പോലീസ് ആ 4 മരണങ്ങളും കൃത്യമായും പ്രത്യേക ഫയലാക്കി വെച്ചിട്ടുണ്ട്. സരസ്വതിയുടെ മരണം അത് 1 കൊല്ലത്തിന് മുമ്പാണ് ഉണ്ടായത്. അവിടെ പാമ്പ് കടിയേറ്റ സരസ്വതി മരിച്ചിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്ന നേരെ പോലീസ് ഒരു കാര്യം കുറിച്ചിട്ടുണ്ട്. രാത്രി ആ തരത്തിലൊരു പാമ്പ് അവിടെ എത്താനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് പിന്നീട് അന്വേഷണമൊന്നും നടന്നിട്ടില്ല. 2ാമത്തെ മരണം അശ്വിൻ്റെതാണ്. അശ്വിന്റെ കൂടെ കിണറിൽ നിന്ന് കിട്ടിയ ആ കയറിലെ അഴിഞ്ഞ കെട്ട്, അതാണ് പോലീസ് കുറിച്ചു വെച്ചിരിക്കുന്ന ചോദ്യം. എങ്ങനെ ആ കെട്ട് അഴിഞ്ഞു? അതിന്റെ ഉത്തരം പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 3ാമത്തത് രാഘവന്റെ മരണമാണ്. രാഘവൻ ആത്മഹത്യക്കെതിരെ പ്രചാരണം നടത്തുന്ന ഒരാളാണ്. ആ ആള് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലീസിനുണ്ട്. ആത്മഹത്യക്ക് എതിരായി നിൽക്കുന്ന ആള് എന്തിന് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കണം? അതൊരു ചോദ്യചിഹ്നമായി പോലീസ് എഴുതി വെച്ചിട്ടുണ്ട്. 4ാമത്തത് അഞ്ജലിയാണ്. അഞ്ജലിയുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അതിനകത്തൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അഞ്ജലി മരിക്കുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവള് സെക്ഷുവലായി ഒരാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതും അവളുടെ സമ്മതത്തോടു കൂടി നടന്നിരിക്കുന്ന സെക്ഷൽ ആക്ടിവിറ്റിയാണ്. ഒരു തരത്തിലുമുള്ള ബലപ്രയോഗവും അവളുടെ ബോഡിയിൽ നടന്നിട്ടില്ല. അവളുടെ അനുജൻ മരിച്ചു, അവളുടെ അച്ഛൻ മരിച്ചു. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട 16 കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുമ്പോഴാണ് ഇപ്പോ അഞ്ജലി മരിച്ചിരിക്കുന്നത്. അച്ഛൻ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ ഇഷ്ടത്തോടു കൂടി ഒരു പുരുഷനൊപ്പം കഴിഞ്ഞിരിക്കുകയാണ്. ആ പുരുഷന്റെ സ്പേം അഞ്ജലിയുടെ ബോഡിയിലുണ്ട്. ആരാണ് ആ പുരുഷൻ? ആ പുരുഷനുമായി സ്വന്തം ഇഷ്ടപ്രകാരം സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം അഞ്ജലി എന്തിന് ആത്മഹത്യ ചെയ്യണം? അതൊരു ചോദ്യമാണ്. ബലമായി അവളെ കീഴ്പ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചു, അതിന്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രസക്തിയുണ്ട്. ഇവിടെ ഒരു തരത്തിലുള്ള ബലപ്രയോഗവും നടന്നിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ കൺഫ്യൂഷൻ കൂടുകയാണ് അഞ്ജലിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. ആദ്യമായിട്ടാണ് അവർക്ക് ഒരാളെ കൂടെ കിട്ടുന്നത്. ആ സ്പേം ആരുടേതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കഥയിലെ കഥാപാത്രത്തെ പിടികിട്ടും. ഒരു പുരുഷൻ ഈ കേസിലേക്ക് ബന്ധമുണ്ടെങ്കിൽ നടന്നിരിക്കുന്ന ആത്മഹത്യകളൊക്കെ കൊലപാതകമായി തീരാനുള്ള സാധ്യതയുണ്ട്. ആരായിരിക്കാം ആ പുരുഷൻ? ഈ കരിമ്പനയ്ക്കൽ തറവാടുമായി കണക്ഷനുള്ള, അവരുമായി ഏതെങ്കിലും ശൈലിയിൽ ബന്ധപ്പെടുന്ന ആളുകളുടെ ഒരു വൻ ലിസ്റ്റ് തന്നെ പോലീസ് ശേഖരിച്ചു എന്ന് പറയാം. വൻതോതിൽ കാപ്പി കൃഷി ഉള്ള ഒരു വീടാണ് കരിമ്പനയ്ക്കൽ വീട്. വേറെയും അനവധി കൃഷി അവർക്കുണ്ട്, വാഴ ഉൾപ്പെടെ. ഈ കൃഷിയൊക്കെ നോക്കി നടത്താനും ആ കൃഷി കൃത്യമായി നടക്കുന്നെന്ന് ഉറപ്പുവരുത്താനും ധാരാളം ജോലിക്കാർ വേണം. അവരൊക്കെ ഈ വീടുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആ ജോലിക്കാർക്ക് രാവിലെ 10 മണിക്ക് ആഹാരം കൊടുക്കുന്ന ഒരു പദമുണ്ട്. അത് കരിമ്പനയ്ക്കൽ തറവാട് മുടക്കാറേയില്ല. അതിന് ആഹാരം ഉണ്ടാക്കാൻ ജോലിക്കാര് രാവിലെ വീട്ടിൽ വരികയും ചെയ്യും. ആ കൂട്ടത്തിലും പുരുഷന്മാരുണ്ട്. ധാരാളം സാധനങ്ങൾ ചന്തയിലേക്ക് ആഴ്ചയിൽ 2 തവണ വീതം കൊണ്ടുപോകും. അത് കൊണ്ടുപോകാനും അവിടെ പുരുഷന്മാരാണ് വാഹനമായി വരുന്നത്. ധാരാളം പുരുഷന്മാർ കണക്ഷൻ ഉള്ള ഒരു വീടാണ് അഞ്ജലിയുടെ കരിമ്പനയ്ക്കൽ തറവാട്. അതിലേത് പുരുഷനുമായിട്ടാണ് അഞ്ജലിക്ക് ബന്ധമുള്ളത്? പോലീസ് ആ വീടുമായി ബന്ധപ്പെടുന്ന മുഴുവൻ പുരുഷന്മാരുടെയും ടെലിഫോൺ നമ്പരും അവരുടെ കോൾ ഡേറ്റ റെക്കോർഡും മൊബൈൽ ടവർ ലൊക്കേഷനും ഒക്കെ ശേഖരിച്ചു തുടങ്ങുന്നത് ആ നിമിഷം മുതലാണ്. ഏതോ ഒരു പുരുഷന് അഞ്ജലിയുമായി ബന്ധമുണ്ടായിരുന്നു. അത് 100% ഉറപ്പാണ്. ആ വീട്ടിൽ രാഘവനും അശ്വിനും പുറമെ ഒരു പുരുഷനുള്ളത് ആ ജോലിക്കാരനാണ്. ജോലിക്കാരൻ കുറെ വർഷങ്ങളായി അവിടെ ഉള്ള ആളാണ്. അശ്വിനും അഞ്ജലിയും ഒക്കെ മാമ എന്നാണ് അയാളെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളും അഞ്ജലിയും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാനുള്ള സാധ്യത പോലീസ് തുടക്കത്തിലെ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു അടുപ്പം ഒരു കാരണവശാലും അഞ്ജലിക്ക് ആ ആളുമായി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും അയാളുടെ പേര് പോലീസ് ഇങ്ങനെ കുറിച്ചു വെച്ചു. അയാളും സംശയത്തിന്റെ ദൃഷ്ടിയിലാണ്. ഇതിനു പുറമെ അഞ്ജലി എവിടെയെങ്കിലുമൊക്കെ പോകുമോ എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി. ഈ വീടുമായി ആ വീട്ടിലേക്ക് വരുന്ന ആളുകളുമായിട്ടുള്ള അഞ്ജലിയുടെ ബന്ധത്തിന് പുറമെ അഞ്ജലി പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള ബന്ധങ്ങൾ അതുകൂടി പോലീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സാധാരണഗതിയിൽ ആ വീട്ടിൽ അഞ്ജലിയും അതുപോലെ രാഘവനുമാണ് വീട്ടാവശ്യങ്ങൾക്ക് പുറത്തു പോകുക. ജോലിക്കാർ പുറത്തു പോവുമെങ്കിലും വീടിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ബാങ്കിൽ പോവുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് മിക്കവാറും അഞ്ജലിയാണ്. രാഘവൻ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അഞ്ജലിയ ബാങ്കിൽ കൊണ്ടുപോകുന്നതും അത് പണമാക്കി മാറ്റുന്നത്. അങ്ങനെ ബാങ്കിൽ പോകുന്ന അഞ്ജലി അവിടെ ബാങ്കിലുള്ള ആരെങ്കിലുമായി
ഏതെങ്കിലും ശൈലിയുള്ള ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം ആ ഭാഗത്തേക്കും കിടക്കുകയാണ്. ആ ശൈലിയിൽ അഞ്ജലി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ സ്ഥലത്തെയുമുള്ള പുരുഷന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ കോൾ ഡേറ്റ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷനും ശേഖരിക്കാനായി അവരുടെ നമ്പറുകളും കളക്ട് ചെയ്തു. ഒരു സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. പോലീസ് അഞ്ജലിയുടെ കേസ് വന്നതോടുകൂടി അവരുടെ അന്വേഷണത്തിന്റെ വേഗതയും അതിന്റെ രീതിയൊക്കെ വൻതോതിൽ മാറ്റിയിട്ടുണ്ട്. അവർക്കൊരു ആവേശമൊക്കെ വന്നിരിക്കുകയാണ്. ആ ആവേശം അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ ചടങ്ങുകളുടെ ഡേറ്റ് എത്തിയത്. അഞ്ജലിയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് അഞ്ജലിയുടെ ആ അസ്ഥിയും മറ്റുമൊക്കെ ശേഖരിച്ച് മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു കരച്ചിൽ ആളുകൾ കേൾക്കുന്നത്. കരച്ചിൽ കേൾക്കുന്നത് വീടിന്റെ പുറകു ഭാഗത്തുള്ള ഷെഡിനടുത്തുനിന്നാണ്. ആ ഷെഡിന്റെ അവിടെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ എന്തോ എടുക്കാൻ പോയ ആരോ ഒരാൾ ഒരു രംഗം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉറക്കെ കരഞ്ഞത്. ആ ഭാഗത്തേക്ക് ആളുകൾ ഓടിയെത്തുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം ആളുകൾ കാണുകയാണ്. ആ വീട്ടിലെ അവസാനത്തെ ആൺതരി ആ ജോലിക്കാരൻ അയാളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിക്കയറ്റി അവിടെ ചുവരി ചാരിയിരിക്കുകയാണ്. അയാളുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് തന്നെ അയാൾ ആ കത്തി കുത്തിക്കയറ്റിയിരിക്കുകയാണ്. അയാളുടെ കൈ ആ കത്തിയുടെ പിടിയിൽ അപ്പോഴും അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അയാൾ തന്നെയാണ് സ്വയം ആ കത്തി കുത്തി ഇറക്കിയിരിക്കുന്നത്. ശരിക്കും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് സിവിൽ ഡ്രസ്സിൽ ഏതാനും പോലീസുകാര് സംഭവ സ്ഥലത്തുണ്ട്. അഞ്ജലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആ പുരുഷൻ അവിടെ എത്താനുള്ള ഒരു സാധ്യത പോലീസ് മനസ്സിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് സിവിൽ ഡ്രസ്സിൽ അവർ പലരും അവിടെ ആ ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ പുറകിൽ ആ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ മുന്നിലുള്ളത് ആ സിവിൽ ഡ്രസ്സുകാർ തന്നെ. ശരിക്കും അവിടുത്തെ ആ കാഴ്ച കണ്ട ആ പോലീസുകാരെ അറിയാതെ തലയെ കൈവച്ച് പോവുകയാണ്. ആ വീട്ടിൽ ഇതാ വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ ആ മനുഷ്യൻ സ്വയം കുത്തി മരിച്ചിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര ആത്മഹത്യയാണ്. ഉടൻ തന്നെ മേലുദ്യോഗസ്ഥന്മാരെ ആ സിവിൽ ഡ്രസ്സിലുള്ള ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. അവരും ഫോറൻസിക് ടീമും ഒക്കെ സംഭവ സ്ഥലത്തെത്തി. ഒരേ വീട്ടിൽ തുടർച്ചയായി തികച്ചും അസാധാരണമായ ശൈലിയിൽ അസ്വാഭാവിക മരണങ്ങൾ സംഭവിക്കുമ്പോൾ എന്തായാലും നാട്ടുകാരുടെ ഇടയിൽ അത് ഒരു വല്ലാത്ത കഥയായി മാറും. ഒരു കൊല്ലത്തിന് മുമ്പ് ആ സരസ്വതി എന്ന സ്ത്രീ മരിച്ചതിന് ശേഷം തുടർച്ചയായി ഇതാ 2 മാസങ്ങൾക്കുള്ളിൽ 4 മരണങ്ങളാ സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ആ വീട്ടിലെ ഇളയ മകൻ, പിന്നെ അച്ഛൻ, പിന്നെ മകള്, ഇപ്പൊ ഇതാ ജോലിക്കാരൻ. ഒന്ന് കിണറ്റിൽ വീണ്, ഒന്ന് തൂങ്ങി, ഒന്ന് വിഷമടിച്ച്, ഒന്നിതാ കുത്തി മരിച്ചിരിക്കുന്നു. 4 ആത്മഹത്യയാണ്. പക്ഷെ ഈ 4 പേരും എന്തിന് ആത്മഹത്യ ചെയ്യണം? അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ആ ചോദ്യം പരസ്പരം ചോദിക്കുകയാണ്. ഇതെന്താ സംഭവം? ആ വീടിനകത്ത് എന്തെങ്കിലും ബാധയുണ്ടോ? ആ ബാധ ആ ആളുകളെ കൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നതാണോ? അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതും ആ വീട്ടിലെ അവശേഷിക്കുന്ന ആളായ ആ ജോലിക്കാരി ശ്യാമളയോട് ആളുകളൊക്കെ ആ കാര്യം പറഞ്ഞു. ശ്യാമള, അടുത്തത് നീയാണ്. നീ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഈ കേസ് അന്വേഷണം തുടക്കം മുതലുള്ള പോലീസുകാർക്കും ശ്യാമളയോട് ആ വാചകം പറയണമെന്നുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ആ വീട്ടിൽ താമസമുള്ള ഏക കക്ഷി ഇനി ശ്യാമളയാണ്. എൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ജോലിക്കാരന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ സമയമായപ്പോൾ ശരിക്കും ആളുകൾ ഒരു വല്ലാത്ത മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. ഈ മരണങ്ങളെല്ലാം ആത്മഹത്യയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഒരു വീട്ടിൽ തുടർച്ചയായി 4 ആത്മഹത്യ നടക്കുമ്പോൾ അതിനകത്ത് വല്ലാത്തൊരു ദുരൂഹതയുണ്ട്. ആ ദുരൂഹത ആ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പഴയ പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ് ആളുകളെ അലട്ടുന്ന ചോദ്യം. പ്രശ്നം വെപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും ആ വിഷയം കൊഴുക്കുകയാണ്. സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും ആ വിഷയം ചർച്ചയ്ക്കെത്തി. ദൈവകോപം വല്ലതും ആണോ? അമ്പലവയൽ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു വല്ലാത്ത ടെൻഷൻ ശരിക്കും ആ നാട്ടിൽ പതുക്കെ എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. കരിമ്പനൽ തറവാടിന് ഈ ശൈലിയിൽ ഒരു ദുരന്തം ആരും പ്രതീക്ഷിച്ചിരുന്നല്ല. പോലീസിന്റെ ടെൻഷനും ശരിക്കും കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ആ ജോലിക്കാരൻ മണികണ്ഠൻ കഴിഞ്ഞ കുറെ നാളുകളായി ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു കണ്ടെത്തൽ. അയാൾ എടുക്കുമായിരുന്ന ഇഞ്ചക്ഷൻ ഷുഗറിനുള്ള ഇഞ്ചക്ഷനാണ്. അത് ഈ മണികണ്ഠന്റെ വീട്ടുകാര് പോലീസിനോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്ന മണികണ്ഠൻ ഇനി ഇൻസുലിൻ എങ്ങനെയും സമയത്ത് കിട്ടാതെ പോയപ്പോ ഉണ്ടായ ടെൻഷനിൽ സ്വയം കുത്തി മരിച്ചതാണോ എന്ന് ആരോ ചോദിച്ചപ്പോ അത് പോലീസ് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഷുഗറുമായി ബന്ധപ്പെട്ട ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ മണികണ്ഠന്റെ ശരീരത്തിൽ പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് കണ്ടത് അതല്ല. അവര് കണ്ടത് ഫെൻറ്റാനിൽ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ സാന്നിധ്യമാണ്. അത് ഇഞ്ചക്ട് ചെയ്ത് ബോഡി കയറിയിരിക്കുകയാണ്. ഫെൻറ്റാനിൽ ഒരു കൊടിയ വിഷമാണ്. വിഷം ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വയം കുത്തിമരിച്ച മണികണ്ഠന് എന്തിന് അയാളുടെ ബോഡിയിൽ ചെറിയ അളവിലാണെങ്കിൽ പോലും ഫെൻറ്റാനിൽ കുത്തിവെക്കണം? അതൊരു ലേശം ഡോസ് കൂടിയ മയക്കുമരുന്ന് കൂടിയാണ്. അങ്ങനെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലം അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുന്ന ശീലം മണികണ്ഠന് ഉള്ളതായി ആരും അതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല.
പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി ആ വീടുമായി കണക്ട് ചെയ്ത് മണികണ്ഠനോട് അനവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ മണികണ്ഠൻ അങ്ങനെ ഒരു ഉദ്ദേശമുള്ളതായോ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉള്ളതായോ പോലീസ് മനസ്സിലാക്കിയിട്ടുമില്ല. മണികണ്ഠൻ അത് പറഞ്ഞിട്ടുമില്ല. ഫെൻറ്റാനിൽ ആ രാസവസ്തുവിന്റെ സാന്നിധ്യം മണികണ്ഠന്റെ ബോഡി കണ്ടതും പോലീസിന്റെ ബുദ്ധി ഉണരുകയാണ്. വളരെ വളരെ ആസൂത്രിതമായി ആരോ ഒരു ഗെയിം ഇവിടെ കളിക്കുകയാണ്. നാട്ടുകാർ പറയും പോലെ വീട്ടിലെ ഭൂതവും പ്രേതവും പിശാചും ഒന്നുമല്ല, ഇത് അതീവ കൂർമ്മ ബുദ്ധിയുള്ള ആരോ ഒരാളുടെ ഗെയിമാണ്. ഈ ഫെൻറ്റാനിലിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആരോ ഒരാളാണ് ഈ ഗെയിമിന്റെ പിന്നിൽ. പെട്ടെന്നാണ് പോലീസ് ഒരു കാര്യം ആലോചിച്ചത്. മണികണ്ഠന് സ്വയം ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാമോ എന്ന കാര്യമാണ് പോലീസ് തിരക്കിയത്. അതിന്റെ ഉത്തരം ഉടൻ തന്നെ പോലീസിന് കിട്ടി. മണികണ്ഠൻ അല്ല ഇഞ്ചക്ഷൻ എടുക്കുന്നത്. മണികണ്ഠൻ ആ ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുന്നത് ആ വീട്ടിലെ ജോലിക്കാരിയാണ്, ശ്യാമള. പോലീസ് ശ്യാമളയെ വിളിപ്പിച്ചു. ശ്യാമള, നീയാണോ മണികണ്ഠന് ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുന്നത്? ഞാനാ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. നിനക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ഉള്ള അറിവ് എവിടെ നിന്ന് കിട്ടി? സാർ, ഞാൻ 12 വയസ്സ് മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. എന്നെ അഞ്ജലി ചേച്ചിയാണ് ഈ ഇൻസുലിൻ എടുക്കാൻ പഠിപ്പിച്ചത്. മണിയുടെ മാമന് ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലി ചേച്ചിയെ എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ കുഴപ്പമില്ലാതെ എടുക്കുമായിരുന്നു സാർ. ശ്യാമള അവളാണ് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം പോലീസോട് സമ്മതിച്ചു. ശ്യാമള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മണികണ്ഠന്റെ റൂം പരിശോധിച്ചു. അവിടെ ആ റൂമിൽ ഇഞ്ചക്ഷൻ എടുക്കാനായി അവൾ ഉപയോഗിക്കുന്ന ആ ബോട്ടിലും അതുപോലെ അവൾ ഉപയോഗിക്കുന്ന ആ ബാക്കി സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇഞ്ചക്ഷന് ഒരിക്കൽ സിറിഞ്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കളയുന്ന പതിവുണ്ട്. അതൊരു ബാസ്ക്കറ്റിനകത്ത് കിടപ്പുണ്ട്. തീർന്നു പോകുന്ന മരുന്നുകളും ആ ബാസ്ക്കറ്റിനകത്തുണ്ട്. കുറെ നാളുകളായി ഈ മണികണ്ഠൻ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെന്ന് ആ ബാസ്ക്കറ്റ് കാണുന്ന ആർക്ക് മനസ്സിലാവും. ഒത്തിരിയേറെ സാധനങ്ങൾ അതിനകത്തുണ്ട്. സമയത്ത് അത് എടുത്ത് കളയുന്ന പതിവ് മണികണ്ഠനുമില്ല, ശ്യാമളയ്ക്കുമില്ല. പോലീസ് അത് മുഴുവൻ അവരുടെ ശേഖരണത്തിലേക്ക് മാറ്റി. അതിനെ വിശദമായ രാസപരിശോധനയ്ക്ക് വിധേയമാക്കാനായി അതവർ ലാബിന് ഹാൻഡ് ഓവർ ചെയ്തു. കോഴിക്കോട് ഫോറൻസിക് ലാബുകാർ അത് പരിശോധിച്ചു തുടങ്ങി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ആ ബാസ്ക്കറ്റിനകത്തുള്ള ഒരു സൂചിയിൽ വ്യത്യസ്തമായ ഒരു സാധനം കിട്ടുന്നത്. ബാക്കി എല്ലാ സൂചിയിലും ഈ ഇൻസുലിനുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ റെസിഡ്യൂ ആണ് ഉള്ളതെങ്കിൽ ആ സൂചിയിൽ മാത്രം ഫെൻറ്റാനിലിന്റെ റെസിഡ്യൂ ഉണ്ട്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. അവിടെ ആ ബാസ്ക്കറ്റിനകത്ത് ആ സൂചി കളഞ്ഞ വ്യക്തി തന്നെയാണ് ഫെൻറ്റാനിൽ മണികണ്ഠന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് കോഴിക്കോട് ലാബിൽ നിന്ന് പോലീസിന് കിട്ടിയത്. പോലീസ് ഉടൻ തന്നെ ശ്യാമളയെ കസ്റ്റഡിയിലെടുത്തു. അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ശ്യാമളയാണെന്ന് ശ്യാമള നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു. ശ്യാമളയെ ചോദ്യം ചെയ്തപ്പോഴാണ് ശ്യാമള മറ്റൊരു കാര്യം പറയുന്നത്. സർ, ചില ദിവസങ്ങളൊക്കെ ഞാനല്ല അഞ്ജലി ചേച്ചിയാണ് ഇഞ്ചക്ഷൻ എടുക്കുക. മരിച്ചുപോയ അഞ്ജലിയും മണികണ്ഠന് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു എന്നുള്ള കാര്യം ശ്യാമള പറഞ്ഞതും പോലീസ് കൺഫ്യൂഷനിലായി. അവിടെ ഒരേ ഒരു സൂചിയിൽ മാത്രമാണ് ഫെൻറ്റാനിലിനുള്ളത്, ബാക്കി എല്ലാത്തിലും ഇൻസുലിനാണ്. ശ്യാമളയാണോ അഞ്ജലിയാണോ ഇവിടെ ഫെൻറ്റാനിൽ ഉപയോഗിച്ചത്? അതാണ് നിർണായകമായ ചോദ്യം. മോണോക്രോട്ടോഫോസ് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്ന അഞ്ജലി ആ വീട്ടിലെ ബാക്കി ആൺതരിയായ മണികണ്ഠനെ കൂടി അവസാനിപ്പിക്കാനായി മണികണ്ഠന്റെ ബോഡിയിലേക്ക് ഫെൻറ്റാനിൽ ഇഞ്ചെക്ട് ചെയ്താണോ? അങ്ങനെയാണെങ്കിൽ അഞ്ജലിയുടെ ബോഡി കണ്ട ആ സ്പേം ഇനി മണികണ്ഠൻ്റെതാണോ? മണികണ്ഠൻ അഞ്ജലി ചതിച്ചപ്പോൾ അഞ്ജലി മണികണ്ഠനെ ഒഴിവാക്കിയതാണ്. ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ അടുത്തേക്ക് വരികയാണ്. മണികണ്ഠൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ DNA പരിശോധന പറ്റും. അഞ്ജലിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ സ്പേമിന്റെ DNA മണികണ്ഠന്റെ DNA മാച്ച് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് അവിടെ നിന്നാണ് പോലീസ് കടക്കുന്നത്. അവർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമല്ലോ. DNA പരിശോധന ഫലം വന്നപ്പോൾ പോലീസ് ഒന്നുകൂടി ഞെട്ടി. അത് മാച്ചിങ് അല്ല, മണികണ്ഠന്റെ സ്പേം അല്ല അഞ്ജലിയുടെ ബോഡി കണ്ടത്. അങ്ങനെയാണ് ആ ചോദ്യം പിന്നെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. അഞ്ജലി മണികണ്ഠനെ കൊല്ലാനായിട്ട് ഫെൻറ്റാനിൽ ഉപയോഗിച്ച് മണികണ്ഠന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കാൻ സാധ്യതയുള്ളത് ഒരേ ഒരാളാണ്, അത് ശ്യാമളയാണ്. ശ്യാമളയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ശ്യാമളയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചു. 12ാമത്തെ വയസ്സിലാണ് ശ്യാമള അവിടെ എത്തിയിരിക്കുന്നത്. 12 വയസ്സിന് മുമ്പ് ശ്യാമള എവിടെയായിരുന്നു? ആ ഒരു അന്വേഷണം പോലീസിനെ എത്തിച്ചത് ഒരു പള്ളിക്കൊപ്പമുള്ള അനാഥാലയത്തിലേക്കാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആ അനാഥാലയത്തിന്റെ ഭാഗമായി അവിടെ പഠിക്കുന്നുണ്ട്. ശ്യാമള പഠിച്ചിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പേ ഉള്ള ആളുകളുടെ ലിസ്റ്റ് എല്ലാം അവിടെ ഉണ്ട്. പോലീസ് ആ പള്ളിയിലെത്തി. ആ പള്ളിയിലെ ലിസ്റ്റ് പരിശോധിച്ചു തുടങ്ങി. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ശ്യാമള അവിടെ വിട്ടുപോയത്. ശ്യാമള അവിടെ വിടുമ്പോൾ ശ്യാമളയുടെ പേര് യഥാർത്ഥത്തിൽ സ്റ്റെല്ല എന്നാണ്. സ്റ്റെല്ല ശ്യാമളയായി മാറിയിരിക്കുകയാണ്. സ്റ്റെല്ലയുടെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളൊക്കെ പോലീസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തു.
കുറേയേറെ ആളുകളുമായി സ്റ്റെല്ലയ്ക്ക് ബന്ധമുണ്ട്. സ്റ്റെല്ല എന്ന കൊച്ചുകുട്ടിയാണല്ലോ. സ്റ്റെല്ലയെ ഈ കരിമ്പനൽ തറവാടുകാര് ദത്തെടുത്ത് യഥാർത്ഥത്തിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെ പള്ളിയിലെ ആ അനാഥാലയം നടത്തുന്ന ആള് പോലീസിനോട് പറഞ്ഞതും പോലീസ് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. നിങ്ങളെന്താ പറഞ്ഞ ദത്തെടുത്തു? മക്കളായിട്ടാണ് സാധാരണ ദത്തെടുക്കുന്നത്. ഇവിടെ ശ്യാമളയാണെങ്കിൽ ഒരു ജോലിക്കാരിയാണ്. ഈ സ്റ്റെല്ലയെ ദത്തെടുത്ത് ജോലിക്കാരിയാക്കി. ഈ ജോലിക്കാരിയായിട്ടല്ല ദത്തെടുത്തത്. ആ കുട്ടി വളർന്നു വരുമ്പോ ആ കുട്ടിയെ അവിടെയുള്ള അവരുടെ മകനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഇവിടുന്ന് ദത്തെടുത്തത്. പോലീസ് അതുവരെ കേൾക്കാതിരുന്ന ഒരു കഥ ഇതാ കേൾക്കുകയാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത ആ വീട്ടുകാർ ഏതാണ്ട് സമപ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുള്ള വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നത്. അശ്വിനും ശ്യാമളയ്ക്കും 25 വയസ്സ് വീതമാണ് പ്രായം. അശ്വിന് 12 വയസ്സുള്ളപ്പോഴാണ് ശ്യാമള എന്ന സ്റ്റെല്ലയെ ആ വീട്ടുകാർ ദത്തെടുത്തിരിക്കുന്നത്. ദത്തെടുക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മകനെ ശ്യാമളയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ്. കല്യാണത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളായിരിക്കും എന്തായാലും 12 വയസ്സുള്ള പെൺകുട്ടി. അവളുടെ സ്വപ്നങ്ങൾ പതുക്കെ പതുക്കെ വളർന്നു വരുമ്പോഴായിരിക്കും അവളെ ഈ കരിമ്പനൽ തറവാട്ടിലേക്ക് കൊണ്ടുവന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ദത്തെടുക്കപ്പെട്ട് ആ വീട്ടിലെത്തിയ ആ പെൺകുട്ടിയെ കരിമ്പനൽ തറവാടുകാർ ജോലിക്കാരിയാക്കിയതാണ്. അങ്ങനെ തോന്നിയതും പോലീസ് ആ പള്ളിയിലെ അച്ഛനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്കറിയില്ലായിരുന്നോ അവളവിടെ ജോലിക്കാരിയാക്കിയാണ് വെച്ചിരിക്കുന്നതെന്ന്? ഹേയ്, അങ്ങനെ അല്ല, ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് ആ വീട്ടിലെ സ്വത്ത് 2ആയി ഭാഗിച്ച് അതിലൊരു ഭാഗം അശ്വിന്റെയും സ്റ്റെല്ലയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തത്. ശരിക്കും ആ രജിസ്ട്രേഷന് വേണ്ടിയാണ് സ്റ്റെല്ലയുടെ പേര് ഔദ്യോഗികമായി ശ്യാമള എന്ന് പുനർനാമകരണം ചെയ്തത്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് തങ്ങളുടെ വീട്ടിൽ മകനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടെന്ന് കരുതി അന്ന് കരിമ്പനൽ തറവാട്ടിലെ ആളുകൾ അവളെ ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് ഔദ്യോഗികമായി അവളെ ഹിന്ദു ആക്കിയതിനു ശേഷമാണ് അവളുടെ പേരിലും അശ്വിന്റെ പേരിലുമായി സ്വത്ത് രജിസ്റ്റർ ചെയ്തത്. പോലീസിനെ ഇപ്പോൾ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അവർ ഇതുവരെ ജോലിക്കാരിയായി കരുതിയിരുന്ന ആ പെൺകുട്ടി ശ്യാമള യഥാർത്ഥത്തിൽ ആ വീട്ടിലെ സ്വത്തിന് അവകാശിയാണ്. പകുതി സ്വത്തിന് എന്നുള്ള ആ വാചകം പോലീസിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ മറ്റൊരു കാര്യം തെളിഞ്ഞു വരികയാണ്. ആ വീട്ടിലെ മുഴുവൻ ആളുകളും മരിച്ചു കഴിഞ്ഞു. അപ്പോ പകുതി മുഴുവനാവുകയാണ്. മുഴുവൻ സ്വത്തിനും അവകാശിയായി ശ്യാമള ഇതാ മാറിയിരിക്കുന്നു. മുഴുവൻ സ്വത്തിനും ശ്യാമള അവകാശിയായതിന്റെ കാരണം ബാക്കിയുള്ള ആളുകളുടെ മരണമാണ്. ബാക്കിയുള്ള ആളുകൾ മരിച്ചില്ലായിരുന്നെങ്കിൽ ശ്യാമളയ്ക്ക് ഒരിക്കലും മുഴുവൻ സ്വത്തും ലഭിക്കുമായിരുന്നില്ല. അപ്പോ ശ്യാമളയ്ക്ക് മുഴുവൻ സ്വത്തും ലഭിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ള ആളുകൾ മരിച്ചു കാണാൻ ശ്യാമള ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ ആഗ്രഹം ഇനി കൊലപാതകത്തിലേക്കാണ് കടന്നതാകുമോ? ഒരുപാട് ചോദ്യങ്ങളാണ് ആ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിലുള്ളത്. അവർ ആ കാര്യം പരസ്പരം ചർച്ച ചെയ്യുകയാണ്. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റിലേക്ക് ശ്യാമള അവരെ കൊണ്ടുപോവുകയാണ്. ശ്യാമള ആ വീട്ടിലെ അംഗമാണെന്നുള്ള കാര്യം ഇതുവരെയും പോലീസിന്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടേയില്ല. പോലീസ് ശ്യാമളയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത് അങ്ങനെയാണ്. ശ്യാമളയെ ചോദ്യം ചെയ്തപ്പോ അവള് അത്ഭുതത്തോടെ പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാനും അശ്വിനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് അശ്വിൻ മരിക്കുന്നത്. അശ്വിന്റെ മരണത്തിലുള്ള ഷോക്ക് എനിക്ക് ഇതുവരെയും മാറിയിട്ടില്ല. അപ്പോഴാണ് അച്ഛനും ചേച്ചിക്ക് മരിച്ചത്. അതൊക്കെ ഞാൻ ചെയ്യിച്ചെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അസംബന്ധം പറയുന്നതിന് ഒരു അതിരുണ്ട്. ഇപ്പോ ആ കരിമ്പനൽ തറവാടിന്റെ ഏക അവകാശി ശ്യാമളയാണ്. ആ ശ്യാമള ഈ കൊലപാതകങ്ങൾക്ക് കാരണക്കാരിയാണ് എന്ന് വിശ്വസിക്കാൻ പോലീസിന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. പക്ഷേ തെളിവുകളില്ല. പോലീസ് ശ്യാമളയോട് ചോദിച്ചു, ശ്യാമള ഒരു കാര്യത്തിന് നീ ഉത്തരം പറയണം. അഞ്ജലിക്ക് ഏതെങ്കിലും പുരുഷന്മാരുമായി അടുപ്പമുണ്ടായിരുന്നു? ഏയ്, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അഞ്ജലി ചേച്ചി പറഞ്ഞിട്ടില്ല. ശ്യാമള, നിനക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. അഞ്ജലി മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി നിനക്ക് ലഭ്യമാവും. അതിനകത്ത് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അഞ്ജലി മരിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അയാളുടെ സ്പേം അഞ്ജലി ശരീരത്തിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അഞ്ജലിക്ക് ഏതെങ്കിലും പുരുഷന്മാരുമായി ബന്ധമുണ്ടോ? അങ്ങനെ പോലീസ് ചോദിച്ചപ്പോൾ ശ്യാമള ശരിക്കും ഒന്ന് ആലോചിച്ചു. സർ, ഒരുപാട് പുരുഷന്മാര് ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലൊരു അടുപ്പം അഞ്ജലി ചേച്ചിക്ക് ആരോടെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞനെ. അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശ്യാമള, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏകദേശം ഒരു 50ഓളം പുരുഷന്മാർ നിങ്ങളുടെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതിൽ ആരോടെങ്കിലും അഞ്ജലിക്ക് അടുപ്പമുണ്ടാകാൻ ഒരു സാധ്യതയില്ലേ? അഞ്ജലി മരിക്കുമ്പോൾ അഞ്ജലിക്ക് 27 വയസ്സാണ് പ്രായം. അഞ്ജലിയും അശ്വിനും തമ്മിൽ 2 വയസ്സിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ.
അഞ്ജലിക്ക് വേണ്ടി വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. സർ, അഞ്ജലി ചേച്ചി നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ഒരു കഥാപാത്രം അല്ല. അഞ്ജലി ചേച്ചി വഴിവിട്ട് ഒന്നും ചെയ്യില്ല. എനിക്ക് 100% അക്കാര്യം ഉറപ്പാണ്. പിന്നെ അഞ്ജലി ചേച്ചിക്ക് ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് അത് വാസ്തവമാകാനും സാധ്യതയുണ്ട്. പക്ഷെ ആരാണ് ആ ആളെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരവുമില്ല. അവൾ അവളുടെ നിസ്സഹായാവസ്ഥ പോലീസിനോട് സൂചിപ്പിച്ചു. എന്തായാലും ഇനിയും ഞങ്ങൾ വിളിപ്പിക്കും, അപ്പോ വീണ്ടും വരണമെന്ന് ശ്യാമളയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോലീസ് ശ്യാമളയെ സ്റ്റേഷനിൽ നിന്ന് വിടുന്നത്. ശ്യാമള പോയി കഴിഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും അവര് ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ ഒന്നുകൂടി അവലോകനം നടത്തി. തികച്ചും അപരിചിതനായ ആ പുരുഷനെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും. ആ അമ്പലവയലിലുള്ള മുഴുവൻ പുരുഷന്മാരുടെയും DNA പരിശോധന പോലീസ് നടത്തിയാൽ മതി. പക്ഷെ അതൊരു മാസ് പ്രോഗ്രാമാണ്. അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്തേക്കും. ഒരുപാട് ആളുകൾ, വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ഒത്തിരിയേറെ ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയിൽ അഞ്ജലി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഇതുവരെ പോലീസ് സ്പ്രെഡ് ആക്കിയിട്ടില്ല. അത് പോലീസ് രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ലീക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും പ്രതിയും ആ വിവരം അറിയും. ഇനി അയാൾക്ക് ഈ മരണവുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലോ അയാളും അഞ്ജലിയും തമ്മിലുള്ള ബന്ധം ഒരു സ്വാഭാവിക ബന്ധമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു സംശയമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉന്നയിച്ചത്. അതിന് മറുപടി അന്വേഷണ തലവൻ പറഞ്ഞു, അങ്ങനെയും സാധ്യതയുണ്ട്. എന്നാലും ആളാരെന്ന് നമുക്ക് അറിയാമല്ലോ. ആ ആളെ കിട്ടിയാൽ കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നെങ്കിൽ ആ ആളെ കണ്ടെത്താൻ നമുക്കത് സഹായിക്കും. പോലീസ് അങ്ങനെ ഏതാണ്ട് ഇരുട്ടി തപ്പുമ്പോഴാണ് നേരത്തെ അവർ അന്വേഷിച്ചു പോയ പള്ളിയിലെ അച്ഛൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത്. സാറ്, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അന്നിവിടെ സ്റ്റെല്ലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ബെഞ്ചമിൻ ഇപ്പോ നിങ്ങളുടെ ഭാഗത്ത് ഡോക്ടറായിട്ട് ഹോസ്പിറ്റലുണ്ട്. സ്റ്റെല്ലയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഡോക്ടർ ബെഞ്ചമിനെ സമീപിക്കാലോ. ഡോക്ടർ ബെഞ്ചമിൻ എന്ന പേര് കേട്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അമ്പരപ്പ് ശരിക്കും കാണേണ്ടത് തന്നെയാണ്. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധം ഇതാ സ്റ്റെല്ലയ്ക്കുണ്ട്. പോലീസ് ബെഞ്ചമിനെ അങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഡോക്ടർ ബെഞ്ചമിനെ ചോദ്യം ചെയ്യുമ്പോൾ ഡോക്ടർ ബെഞ്ചമിന് സ്റ്റെല്ലയെ അറിയാം. സ്റ്റെല്ല ഈ പറഞ്ഞ ശ്യാമളയായി മാറിയതും അയാൾക്ക് അറിവുള്ള കാര്യമാണ്. ശ്യാമളയായി മാറി സ്റ്റെല്ല ആ അനാഥാലയത്തിൽ പോയതിനു ശേഷം ബെഞ്ചമിൻ പഠനമൊക്കെ പൂർത്തീകരിച്ച് MBBSന് ജോയിൻ ചെയ്തിരുന്നു. പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ബെഞ്ചമിൻ യഥാർത്ഥത്തിൽ ഈ അമ്പലവയലിലേക്ക് ഡോക്ടറായി മടങ്ങിയെത്തുന്നത്. അപ്പോഴാണ് അയാൾ സ്റ്റെല്ലയെ വീണ്ടും കാണുന്നത്. സ്റ്റെല്ലയെ വീണ്ടും കാണുമ്പോൾ സ്റ്റെല്ല ആ നാട്ടിലെ ശ്യാമളയാണ്. അതിനപ്പുറത്തേക്ക് സ്റ്റെല്ലയുമായിട്ട് അയാൾക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല എന്ന ഒരു അഭിപ്രായമാണ് ബെഞ്ചമിൻ പറഞ്ഞത്. പക്ഷേ പള്ളിയിലെ അച്ഛൻ ഒരു കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. സ്റ്റെല്ലയ്ക്കും ബെഞ്ചമിനും തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം. അന്ന് ഈ ശ്യാമളയായി മാറി കരിമ്പനൽ തറവാടിലേക്ക് പോകാൻ അവൾ ശരിക്കും വിസമ്മതിച്ചിരുന്നു. അതിന് കാരണം ബെഞ്ചമിനാണ്. ബെഞ്ചമിൻ അവളെക്കാൾ മൂത്ത ആളാണ്. അവൾക്ക് ബെഞ്ചമിനെ പിരിഞ്ഞ് ഒരിടത്തേക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവള് അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് അച്ഛൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത്രയും അടുപ്പമുള്ള ബെഞ്ചമിൻ കാലങ്ങൾക്ക് ശേഷം സ്റ്റെല്ലുള്ള അതേ ഭാഗത്തേക്ക് മടങ്ങി വന്നത് വെറുതെ ആകില്ല എന്ന് തോന്നൽ പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായി. അവര് ബെഞ്ചമിനോട് പറഞ്ഞു, ബെഞ്ചമിൻ, നിങ്ങൾ സ്റ്റെല്ലയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ബെഞ്ചമിൻ ശ്യാമളെ പരിചയമുണ്ടായിരുന്നുവെന്നും അന്ന് അവളുടെ പേര് സ്റ്റെല്ലയായിരുന്നുവെന്നും ഇവിടെ വന്നപ്പോൾ സ്റ്റെല്ലയെ കണ്ടുവെന്നും ആ പഴയ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പോലീസിനോട് സമ്മതിച്ചു. എന്തായാലും പോലീസ് ഈ സ്റ്റേഷനിൽ വരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ DNA പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബെഞ്ചമിന്റെയും DNA പരിശോധിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു. ബെഞ്ചമിൻ സ്വാഭാവികമായിട്ടും ഡോക്ടറാണ്. ഡോക്ടറായ സ്ഥിതിക്ക് ഈ പോലീസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. ബെഞ്ചമിന്റെ DNAയും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ DNA സാമ്പിൾ അഞ്ജലിയുടെ ഉള്ളിലുണ്ടായിരുന്ന സ്പേമിന്റെ DNAയുമായി മാച്ച് ചെയ്തു. താങ്കൾ കാത്തിരുന്ന ആ കഥാപാത്രം ഇതാ പോലീസിന്റെ കൺമുമ്പിൽ പെട്ടിരിക്കുകയാണ്. റിസൾട്ട് വന്നതും പോലീസ് ബെഞ്ചമിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ബെഞ്ചമിൻ, മരിച്ചുപോയ അഞ്ജലിയെ അറിയാവോ? അഞ്ജലി അറിയാൻ വയ്യാത്തത്? അഞ്ജലി അച്ഛൻ എന്റെ കയ്യിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിയിരുന്നത്. അഞ്ജലിയാണ് അച്ഛനുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരുന്നത്. അല്ലാതെ അഞ്ജലിയുമായിട്ട് വേറെ ഏതെങ്കിലും ശൈലിയിലുള്ള അടുപ്പം ഉണ്ടായിരുന്നു? എന്തടുപ്പം? ഒരടുപ്പവും ഇല്ല. പക്ഷെ ബെഞ്ചമിൻ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ സാർ? മരിച്ചുപോയ അഞ്ജലി മരിക്കുന്ന സമയത്ത് അഞ്ജലിയുടെ ഉള്ളിൽ സ്പേം ഉണ്ടായിരുന്നു. സ്പേമോ? അതെ, അഞ്ജലി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരാളുമായി സെക്ഷലി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സ്പേമിന്റെ DNA ഞങ്ങൾ ശേഖരിച്ചിരുന്നു. ആ DNA നിങ്ങളുടെ DNAയുമായി യോജിക്കുന്നുണ്ട്. അത് അസന്നിഗ്ധമായി പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ, നിങ്ങൾക്ക് അഞ്ജലിയുമായി ഇനി ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡോക്ടർ ബെഞ്ചമിനോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കാര്യം പറഞ്ഞതും അയാൾ ശരിക്കും വിളറി തുടങ്ങി. അഞ്ജലിയുടെ ഉള്ളിൽ നിന്ന് സ്പേം കിട്ടി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ഡോക്ടർ ബെഞ്ചമിന്റെ മുഖത്തുണ്ടായ മാറ്റം പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താനിതാ
പിടിക്കപ്പെട്ടിരിക്കുന്നു. താനിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഡോക്ടർ ബെഞ്ചമിൻ അവസാനം പോലീസിനോട് അഞ്ജലിയോടുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ശരിക്കും അഞ്ജലിയും ബെഞ്ചമിനും എന്നുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് അശ്വിൻ മുഖാന്തരമാണ്. അശ്വിന് മാനസിക വളർച്ചക്കുറവുണ്ട്. അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അഞ്ജലി ആദ്യമായി ബെഞ്ചമിനെ കാണുന്നത്. അശ്വിനുമായി സ്ഥിരമായി ഹോസ്പിറ്റലിൽ എത്തുന്നത് അഞ്ജലിയാണ്. അങ്ങനെ അവിടെ എത്തുമായിരുന്ന അഞ്ജലി പതുക്കെ പതുക്കെ ബെഞ്ചമിനുമായി അടുപ്പത്തിലായി. ബെഞ്ചമിനും അഞ്ജലിയും തമ്മിലുള്ള അടുപ്പം അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞോടുകൂടി വല്ലാതെ തീവ്രമായി. ആ അടുപ്പമാണ് ഒരു ദിവസം അവരെ ആ സെക്ഷൽ റിലേഷനിൽ എത്തിച്ചത്. പക്ഷെ അന്ന് രാത്രി തന്നെ അഞ്ജലി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ വിവരം പറഞ്ഞപ്പോ താൻ ഞെട്ടിപ്പോയെന്നാണ് ബെഞ്ചമിൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഡോക്ടർ ബെഞ്ചമിൻ അത് പറഞ്ഞതും പോലീസ് ബെഞ്ചമിനോട് ചോദിച്ചു, അല്ല, നിങ്ങളുമായി സെക്സ് ചെയ്തപ്പോൾ ഉണ്ടായ കുറ്റബോധമാണോ അഞ്ജലിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? സർ, അങ്ങനെ ചോദിച്ചാൽ എന്റെ കയ്യിൽ ഉത്തരമില്ല. അഞ്ജലി ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അഞ്ജലി ആത്മഹത്യ ചെയ്യാനായി ഞാനുമായിട്ടുള്ള ബന്ധം കാരണമായെന്ന് പറഞ്ഞാൽ അതത്ര ശരിയാകില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് പലതവണ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ബെഞ്ചമിൻ അസന്നിഗ്ധമായി ആ കാര്യം സൂചിപ്പിച്ചതും അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ഒരു പ്രതിസന്ധിയിൽ ചെന്നപ്പെടുകയാണ്. അഞ്ജലിയുടെ ദേഹത്തുനിന്ന് ലഭിച്ച ആ സ്പേമുമായി കളക്ട് ചെയ്ത DNA-യും ബെഞ്ചമിന്റെ DNA-യും തമ്മിൽ യോജിക്കുന്നു മനസ്സിലായപ്പോൾ പോലീസ് ശരിക്കും സന്തോഷിച്ചതാണ്. ഈ മരണങ്ങൾക്ക് ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ശരിക്കും ആ സമയത്ത് പോലീസിനുണ്ടായത്. ആ പ്രതീക്ഷയാണ് ഇവിടെ തളരുന്നത്. എന്നാലും ബെഞ്ചമിനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് പോലീസ് വീണ്ടും അവിടുന്ന് പോകാൻ അനുവദിച്ചു. അന്വേഷണം ശരിക്കും വഴിമുട്ടി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേൽവിലാസത്തിൽ ഒരു കവർ ലഭിച്ചു. ആ കവറിനകത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോകൾ കണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളെ അവിടേക്ക് വിളിപ്പിച്ചു. ആ ഫോട്ടോകൾ അദ്ദേഹം അവരെയും കാണിച്ചു. ആ ഫോട്ടോകൾ അവർക്ക് ഒരു വല്ലാത്ത ഊർജമാണ് നൽകിയത്. അവര് ആ ഫോട്ടോകളുമായി അവിടുന്ന് നേരെ പോയത് കരിമിനൽ തറവാട്ടിലേക്കാണ്. അവിടെ ആ സമയത്ത് ആളുകളൊക്കെ ഉണ്ട്. അവിടെ ആ ജോലിക്കാരി അഥവാ ആ വീടിന്റെ കാരണവത്തി എന്ന് വിളിക്കാൻ കഴിയുന്ന ശ്യാമളയും ഉണ്ട്. പോലീസിനെ കണ്ടതും ശ്യാമള മുൻഭാഗത്തേക്ക് വന്നു. എന്താ സാർ? ശ്യാമള, ഞങ്ങൾക്ക് കുറിച്ച് സംസാരിക്കണമല്ലോ. സംസാരിക്കാം സാർ. അങ്ങനെ പറഞ്ഞ് ശ്യാമള അവരെ ആ പ്രധാന ഹാളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ശ്യാമളയോട് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചു തുടങ്ങി. ശ്യാമള, ഡോക്ടർ ബെഞ്ചമിനെ പരിചയമുണ്ടോ? സാർ, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഡോക്ടർ ബെഞ്ചമിൻ ഇവിടെ അശ്വിന്റെ ഡോക്ടറല്ലേ? ഞങ്ങൾ പലപ്പോഴും ഡോക്ടർ ബെഞ്ചമിനെ കാണും. അതല്ല ശ്യാമള ഞങ്ങൾ ചോദിക്കുന്നത്. ശ്യാമളയ്ക്ക് ഡോക്ടർ ബെഞ്ചമിനെ നേരത്തെ പരിചയമുണ്ടോ എന്നാണ് ചോദ്യം. സാർ, അതെന്താ അങ്ങനെ ചോദിച്ച്? ശ്യാമള 12 വയസ്സ് വരെ സ്റ്റെല്ല എന്ന പേരിലാണ് കഴിഞ്ഞിരുന്നതെന്ന് നേരത്തെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അതെ, അതങ്ങനെയായിരുന്നു സാർ. എന്നെ ഇവിടേക്ക് ദത്തെടുത്തത് ശ്യാമള എന്ന പേരിലാണ്. അശ്വനുമായിട്ടുള്ള വിവാഹ ഉടമ്പടിയൊക്കെ അതിന്റെ ഭാഗമാണ്. അവളിൽ നിന്ന് തന്നെ പോലീസ് ആ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ ശ്യാമള, അതല്ല ഞങ്ങളുടെ ചോദ്യം. ശ്യാമളയ്ക്ക് അഥവാ സ്റ്റെല്ലയ്ക്ക് അവിടെ ആ പള്ളിയിൽ അനാഥാലയത്തിൽ കഴിയുന്ന സമയത്ത് ഡോക്ടർ ബെഞ്ചമിനെ പരിചയമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. സർ, അങ്ങനെ ചോദിച്ചാൽ പരിചയമുണ്ടെന്നാണ് എന്റെ മറുപടി. അന്ന് ബെഞ്ചമിൻ ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിങ്ങ് പോന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ബെഞ്ചമിൻ ചേട്ടൻ ഇവിടെ ഡോക്ടർ ബെഞ്ചമിനായി വരുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ അടുപ്പം ഇപ്പോഴും ഉണ്ട് സാർ. സാർ, അത് സ്വാഭാവികമല്ലേ സാർ? ഓക്കെ ശ്യാമള, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇതോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ഫോട്ടോ ശ്യാമളയെ കാണിച്ചു. ആ ഫോട്ടോ കണ്ട ശ്യാമള ശരിക്കും ഒന്ന് വിളറി. അവളുടെ ആ വിളർച്ച ഒന്നുകൂടി വലുതായത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാണിച്ച അടുത്ത ഫോട്ടോ കണ്ടപ്പോഴാണ്. ശരിക്കും ഓരോ ഫോട്ടോകളായി അവളുടെ മുന്നിലേക്ക് വന്നു തുടങ്ങിയതും അവളുടെ ആ വിളർച്ച അവളുടെ ദേഹത്തൂടെ വിയർപ്പ് പൊട്ടി ഒഴുക്കുന്നതിലേക്ക് എത്തിച്ചു. അവൾ ശരിക്കും ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. ആ ഫോട്ടോകൾ അവളുടെ മുൻവശത്തുള്ള ആ ടീപ്പയുടെ മുകളിൽ അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ആ ഫോട്ടോകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടുന്നത്. ശ്യാമളയും ഡോക്ടർ ബെഞ്ചമിനും ആലിംഗന ബദ്ധരായി നിൽക്കുന്നതും ചുംബിക്കുന്നതുമായ ഫോട്ടോസാണ് അവിടെ ആ ടീപ്പയുടെ മുകളിൽ കിടക്കുന്നത്. ആരോ ജനാലെ കൂടി ആ ഫോട്ടോകൾ പകർത്തിയതാണ്. അത് ആ വിഷ്വൽ സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും. ജനാലയുടെ കമ്പി കൃത്യമായിട്ട് ആ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. ജനാല തുറന്നു കിടക്കുന്നെന്ന് അറിയാതെ സ്റ്റെല്ല എന്ന ശ്യാമളയും ഡോക്ടർ ബെഞ്ചമിനും അങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ അതാരോ മൊബൈൽ റെക്കോർഡ് ചെയ്തതാണ്. വെളുത്തിരിക്കുന്ന ശ്യാമളയോടായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു, നിങ്ങൾക്ക് ഡോക്ടർ ബെഞ്ചമിനെ ഈ ശൈലിയിലും അറിയാമല്ലേ? ആ ചോദ്യം കേട്ടതും ഒരു അക്ഷരം പോലും മിണ്ടാതെ ശ്യാമള കണ്ണുകൾ താഴ്ത്തിയിരുന്നു. പെട്ടെന്ന് ഈ സംഭാഷണങ്ങൾ കേട്ടു നിൽക്കുന്ന ആ
വീട്ടിലെ പല ആളുകളെയും ഞെട്ടിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്യാമളയോട് ചോദിച്ചു, ശ്യാമള, ഇവിടെ 4 മരണങ്ങൾ തുടർച്ചയായി സംഭവിച്ചു. ഞങ്ങൾക്കിപ്പോ ഒരു കാര്യം അറിയാം, അശ്വിൻ മരിച്ചതല്ല, കൊല്ലപ്പെട്ടാണ്. അശ്വിനെ നീ എന്തിനാ കൊന്നത്? തികച്ചും ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ചോദ്യം കേട്ട് ശ്യാമളുടെ മുഖം വല്ലതെങ്ങ് വിളറി വെളുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവള് ഭയപ്പാടോയി അന്വേഷണ ഉദ്യോഗസ്ഥൻ നോക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്യാമളോട് പറഞ്ഞു, ശ്യാമള, രാത്രിയിൽ ആ കിണറ്റിൻകരയിലേക്ക് അശ്വിനെ വിളിച്ചു വരുത്തി അവനെ കിണറ്റിലിറക്കി അവനെ കൊന്നത് നീയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആ തെളിവുകളൊക്കെ കിട്ടിയത്. അത് കേട്ടതും ശ്യാമള 2 കൈ കൊണ്ടും തലയെ പൊത്തി തല കുനിച്ച് ആ ടീപ്പുയിലേക്ക് തന്നെ നോക്കി. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അവള് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ, തെറ്റുപറ്റിപ്പോയി. ശ്യാമള, ഞങ്ങൾക്ക് കഥയെല്ലാം അറിയാം, എന്നാലും നീ തന്നെ എന്താ സംഭവിച്ചെന്ന് പറ. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമ്പോഴേക്കും അവിടെ വീഡിയോ ക്യാമറ ഓണായി കഴിഞ്ഞു. ആ ക്യാമറ ശ്യാമള പറയുന്നത് റെക്കോർഡ് ചെയ്ത് തുടങ്ങി. സാർ, എൻ്റെ 12ാമത്തെ വയസ്സിലാണ് എന്നെ കരിമനൽ തറവാട്ടിലേക്ക് ദത്തെടുക്കാനായി അശ്വിൻ്റെ അച്ഛൻ അവിടെ ആ പള്ളിയിൽ എത്തുന്നത്. ഞാൻ അന്ന് ബെഞ്ചമിൻ ചേട്ടനുമായി നല്ല അടുപ്പത്തിലായിരുന്നു. വലുതാകുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു. എനിക്ക് 12 വയസ്സേ ഉള്ളെങ്കിലും ഞാൻ പറയുന്നതും ബെഞ്ചമിൻ ചേട്ടൻ പറയുന്നതും ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലാകുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. ആ ഇഷ്ടത്തെ മറന്നുകൊണ്ട് അശ്വിനെ കല്യാണം കഴിക്കാൻ എന്നെ കരിമനൽ തറവാട്ടിലേക്ക് ദത്തെടുക്കാൻ അശ്വിന്റെ പിതാവ് നിർബന്ധം പിടിക്കുകയായിരുന്നു. അതറിഞ്ഞ് ഞാൻ അച്ഛൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞതാണ്. പക്ഷെ അച്ഛനും എല്ലാ ആളുകളും കൂടി ചേർന്ന് എന്നെ ഇവിടേക്ക് അയക്കുകയായിരുന്നു. എൻ്റെ അശ്വിൻ്റെ പേരിൽ ഈ സ്വത്തിന്റെ പകുതി എഴുതി വെച്ച് അച്ഛനെയും പള്ളിക്കാരെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് അശ്വിന്റെ പിതാവ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് സാർ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നത്. അന്ന് അശ്വിന് ഒരു 3 വയസ്സുകാരൻ്റെ മാത്രം ബുദ്ധിയേ ഉള്ളൂ എന്നുള്ള കാര്യം. സാർ, 12 വയസ്സുള്ള ഞാനും 3 വയസ്സ് മാത്രം മാനസിക പ്രായമുള്ള ഒരു കുട്ടിയും എങ്ങനെയാ സാർ ഒന്നിച്ചു പോവുക? ഞാൻ വലുതാകുമ്പോൾ അശ്വിനും വലുതാകുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ 25 വയസ്സായപ്പോൾ അശ്വിനും 25 വയസ്സായി. പക്ഷേ അശ്വിന്റെ മാനസിക പ്രായം ഒരു 13 വയസ്സുകാരൻ്റെ മാത്രമാണ്. അവൻ്റെ ചാബല്യങ്ങൾ ഒരു കൊച്ചുകുട്ടിയുടെ ചാബല്യങ്ങളാണ്. സാർ, ഞാനൊരു യുവതിയാണ്. എനിക്കും എൻ്റെതായ മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇല്ല സാർ. സാർ, ഇതിനിടയിലാണ് ഡോക്ടർ ബെഞ്ചമിൻ ഇവിടെ അമ്പലവയലിൽ എത്തിയത്. ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഡോക്ടർ ബെഞ്ചമിൻ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ അമ്പലവയലിലേക്ക് ജോലി ട്രാൻസ്ഫർ വാങ്ങിച്ച് വന്നത് തന്നെ. പക്ഷെ ഞങ്ങളുടെ തടസ്സം അശ്വിനാണ്. അശ്വിനെ ഒഴിവാക്കിയാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ഞങ്ങൾ ധരിച്ചു. അങ്ങനെയാണ് സാർ ഞാൻ അശ്വിനെ ഒഴിവാക്കാനായി ആ പദ്ധതി ഉണ്ടാക്കിയത്. അശ്വിൻ ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു അതെനിക്കറിയാം. എന്നെ അവന് അങ്ങനെ കാര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവനെ ആ കിണറ്റിൽ ഇറങ്ങാൻ നിർബന്ധിച്ചത്. അവൻ കിണറ്റിൽ കയറി പിടിച്ചിറങ്ങുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, വെള്ളത്തിൽ പോയി തൊട്ടിട്ട് വന്നാൽ അവനെ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ നേടിക്കൊടുക്കുമെന്നാണ്. അങ്ങനെ ആ വെള്ളത്തിൽ തൊടാനായി അവൻ കയറി പിടിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാനാ സാർ ആ കയറിന്റെ അറ്റത്തെ കെട്ട് അഴിച്ചത്. അങ്ങനെയാണ് അവൻ താഴേക്ക് വീണത്. അശ്വിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള പോലീസിന്റെ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നെ ഇപ്പൊ ഇതാ ശ്യാമള നൽകുകയാണ്. അത് കേട്ടതും പോലീസ് അവിടെ ചോദിച്ചു, അശ്വിന്റെ പിതാവ് ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിലും നിന്റെ പങ്ക് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? സാർ, അശ്വിൻ മരിച്ചെങ്കിലും എനിക്ക് അശ്വിന്റെ പിതാവിനോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മന്ദബുദ്ധിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടല്ലേ? ഞാൻ പാവപ്പെട്ടവളും അദ്ദേഹം പണക്കാരനുമാണ്. അതാണ് സാർ കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കാൻ ഞാൻ ഡോക്ടർ ബെഞ്ചമിന്റെ സഹായം തേടി. അദ്ദേഹം പറഞ്ഞ മരുന്നുകൾ ഞാൻ സാവധാനം അശ്വിന്റെ പിതാവിന് കൊടുത്തു വരികയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് മാനസിക നില തെറ്റുന്നതും അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതും. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശൈലിയിലുള്ള ഡോസിലുള്ള മരുന്ന് യഥാർത്ഥത്തിൽ ഈ അശ്വിന്റെ പിതാവിന്റെ ബോഡിയിൽ നിന്ന്, രാഘവന്റെ ബോഡിയിൽ നിന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് കളക്ട് ചെയ്ത സാമ്പിള് രാസപരിശോധനയ്ക്ക് അയച്ചപ്പോൾ കണ്ടെത്തിയിരുന്നു. അതൊരു വല്ലാത്ത നിർണായകമായ കണ്ടെത്തലായിരുന്നു. പോലീസ് അത് രഹസ്യമായി സൂക്ഷിക്കായിരുന്നു. ആ രാസവസ്തുക്കൾ എങ്ങനെ രാഘവന്റെ ബോഡിയിൽ വന്നു എന്നുള്ളത് ഒരു വല്ലാത്ത ചോദ്യമായി അവര് കരുതുമ്പോഴാണ് ഇപ്പൊ ഇതാ ശ്യാമള അതിന്റെ ഉത്തരം പറഞ്ഞത്. ശ്യാമള, അഞ്ജലിക്ക് ഡോക്ടർ ബെഞ്ചമിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്ക് അറിയാമായിരുന്നില്ലേ? ആ ചോദ്യത്തിന് അവള് ഉത്തരവൊന്നും ഇണ്ടാതെ ഇരിക്കുന്ന കണ്ടതും പോലീസ് അവളോട് പറഞ്ഞു, നോക്കൂ ശ്യാമള, അഞ്ജലി ഡോക്ടർ ബെഞ്ചമിനുമായി ബന്ധത്തിൽ ഏർപ്പെട്ടത്
നീയും ബെഞ്ചമിനും ചേർന്നുള്ള ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ? അതിന് അവൾക്ക് അതെന്ന് ഒരു മറുപടി പറയാനുണ്ടായിരുന്നുള്ളൂ. വളരെ ആസൂത്രിതമായ ഒരു പ്ലാനാണ് അവര് തയ്യാറാക്കിയത്. അശ്വിന്റെ മരണവും അശ്വിന്റെ പിതാവിന്റെ മരണവും കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല എന്ന് അവർക്കറിയാം. ആ വീടിന്റെ പൂർണ്ണ അധികാരിയായി ശ്യാമള മാറിയാൽ മാത്രമേ ശ്യാമളയ്ക്ക് ബെഞ്ചമിനെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കാൻ പറ്റൂ. ആർക്കും സംശയം തോന്നാത്ത ശൈലിയിൽ അഞ്ജലിയെ അവസാനിപ്പിക്കാൻ അവര് അശ്വിനെ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായാണ് ശരിക്കും ബെഞ്ചമിനും അഞ്ജലിയും തമ്മിലുള്ള അടുപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെഞ്ചമിൻ വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരു കക്ഷിയാണ്. അഞ്ജലിയെ വീഴ്ത്താൻ അയാൾക്ക് എളുപ്പം പറ്റി. അഞ്ജലി അങ്ങനെ ബെഞ്ചമിനുമായി അടുപ്പമുണ്ടാകുകയും അവർ തമ്മിൽ സെക്സിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കാര്യം സ്റ്റെല്ല എന്ന ശ്യാമളയ്ക്ക് നന്നായിട്ട് അറിയാം. അവർ സ്ഥിരമായി ആ പ്രക്രിയയ്ക്ക് വേണ്ടി പോകുന്ന സ്ഥലം ഏതാണ് ശ്യാമളയ്ക്ക് അറിയാം. ആ സ്ഥലത്തേക്ക് ശ്യാമള വളരെ വിജയകരമായി മണികണ്ഠനെ അയച്ചെടുത്താണ് ശ്യാമളയുടെ ആ ബുദ്ധി പിന്നീട് വർക്കൗട്ടായത്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പോലീസിന് അറിയാം. അശ്വിന്റെയും അതുപോലെ ശ്യാമളയുടെയും ആ വില്ല് നേരത്തെ പോലീസ് പരിശോധിച്ചിരുന്നു. ആ വില്ലിൽ ഒരു കുരുക്കുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അശ്വിൻ നേരത്തെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വത്ത് ശ്യാമളയ്ക്ക് ചെല്ലും. ആ സ്വത്ത് വിൽക്കാൻ പാടില്ല രാഘവന്റെ കാലം വരെ. രാഘവൻ എന്ന അശ്വിന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് കൈക്കലാക്കാൻ പറ്റുമെന്ന് ഒരു ധാരണ ശ്യാമളയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അശ്വിന്റെ മരണശേഷം രാഘവനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്. രാഘവൻ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നുള്ളത് അഞ്ജലിയാണ്. അഞ്ജലിയും ഈ ബെഞ്ചമിനും തമ്മിലുള്ള ബന്ധം പുറത്ത് ഒരാൾ അറിഞ്ഞാൽ അഞ്ജലി അത് സഹിക്കില്ല എന്ന കാര്യം ശ്യാമള വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണികണ്ഠനെ അഞ്ജലിയും ബെഞ്ചമിനും കാണുന്ന സെക്സിൽ ഏർപ്പെടുന്ന ആ സ്പേസിലേക്ക് ശ്യാമള പറഞ്ഞു വിട്ടത്. ശ്യാമള പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. അവിടെ ആ ബിൽഡിങ്ങിൽ മണികണ്ഠൻ ആ കാഴ്ച കണ്ടു. ആ കാഴ്ച മണികണ്ഠൻ കണ്ടു എന്ന കാര്യം ബെഞ്ചമിൻ ഉറപ്പാക്കുകയും ചെയ്തു. ബെഞ്ചമിൻ അത് അഞ്ജലിയെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. സ്റ്റെല്ല എന്ന ശ്യാമളയും ബെഞ്ചമിനും ചേർന്ന് പ്ലാൻ ചെയ്തിരുന്ന ആ കാര്യം അതീവ ഭംഗിയായി അവിടെ നടന്നപ്പോൾ ഞെട്ടിയത് അഞ്ജലിയാണ്. അവൾ മാമ എന്ന് വിളിക്കുന്ന ആ മണികണ്ഠന്റെ മുന്നിൽ അവളിത് തികച്ചും പെട്ടുപോയിരിക്കുകയാണ്. ചെയ്യാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ മണികണ്ഠൻ അവളെ കണ്ടിരിക്കുകയാണ്. അതിന്റെ ഞെട്ടലിലാണ് അന്ന് രാത്രി അവൾ ആ മോണോക്ലോട്ടോഫോസ് എടുത്ത് കുടിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത്. അഞ്ജലി മരിച്ചത് ശരിക്കും മണികണ്ഠന് ഞെട്ടലുണ്ടാക്കിയിരുന്നു. ആ ഞെട്ടൽ മണികണ്ഠനിൽ കൂട്ടിയത് സാക്ഷാൽ ശ്യാമളയാണ്. ശ്യാമള ഈ മരണാന്തര ചടങ്ങുകളൊക്കെ നടക്കുന്നിടയിൽ മണികണ്ഠനോട് ആ കാര്യം പറഞ്ഞു. മാമൻ കാരണമാണ് അഞ്ജലി ചേച്ചി മരിച്ചത്. അഞ്ജലി ചേച്ചി ഡോക്ടർ ബെഞ്ചമിനുമായി അഞ്ജലി ചേച്ചി മാമനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. മണികണ്ഠനെ കുറിച്ച് അഞ്ജലി എന്താണ് പറഞ്ഞതെന്ന കാര്യം സ്റ്റെല്ല എന്ന ശ്യാമള മണികണ്ഠനോട് പറഞ്ഞില്ല. പക്ഷെ അത് മണികണ്ഠ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കി. അങ്ങനെയാണ് അയാള് സ്വന്തം ജീവിതം ആ കത്തിമുനയിൽ അവസാനിപ്പിച്ചത്. അതിലേക്ക് മണികണ്ഠനെ നയിച്ചതാണെങ്കിലോ മണികണ്ഠന്റെ ബോഡിയിൽ ഈ ശ്യാമള എടുക്കുമായിരുന്ന ആ ഇഞ്ചക്ഷനുകളാണ്. ശരിക്കും ഡോസ് കൂട്ടിക്കൂട്ടി അയാൾ ആത്മഹത്യയിലേക്ക് ശ്യാമള വിദഗ്ധമായി നയിച്ചു എന്നാണ് ശരി. ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗവും തന്നെ മുന്നിൽ ഇല്ല എന്നൊരു തോന്നൽ മണികണ്ഠൻ ഉണ്ടാക്കിയപ്പോൾ മണികണ്ഠൻ അന്ന് ആ ചടങ്ങിൽ നടക്കുന്ന ദിവസം തന്നെ ആ ചായ്പിൽ കത്തി നെഞ്ചിലേക്ക് കുത്തിയിറക്കി മരണത്തെ പ്രാപിക്കുകയായിരുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഈ കഥ അവിടെ ശ്യാമള അവതരിപ്പിക്കുമ്പോൾ പോലീസ് ഡോക്ടർ ബെഞ്ചമിനെ അവിടെ കൊണ്ടുവന്നു. ആളുകളൊക്കെ കൂടി നിൽക്കുമ്പോൾ ഡോക്ടർ ബെഞ്ചമിനെയും ശ്യാമളയും കൊണ്ട് തെളിവെടുക്കുന്ന പ്രക്രിയയിലേക്ക് പോലീസ് കടന്നു. അമ്പലവയലിനെ ആകെ പിടിച്ചുകുലിക്ക് ഒരു തെളിവെടുപ്പാണ് തുടർന്നുള്ള ദിവസങ്ങൾ നടന്നത്. അമ്പരിപ്പിക്കുന്ന ആ തെളിവെടുപ്പ് ആളുകൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആളുകളോട് പറയുന്നത്. ഇത്ര ക്രൂരമായി ഇത്രയും വർഷത്തെ കഠിനമായ ആലോചന കൊണ്ട് ഒരു ഡോക്ടറും ആ വീട്ടിലെ ജോലിക്കാരും ചേർന്ന് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പക്ഷെ സംഭവിച്ചത് അതാണ്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കഥാവേദിയിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.